ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 10 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ളൊരു ചാപ്റ്ററിൽ നിന്ന് സിമ്പിൾ പെൻഡുലം ആൻഡ് ഡാംപ്ഡ് ഓസിലേഷൻസ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ തിയറി ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് MCQ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, Radha uses a simple pendulum to determine the value of acceleration due to gravity in her physics laboratory. The percentage error of measurement in length and time period of pendulum are 1% and 2% respectively. The percentage error in the value of G determined by her is. അപ്പോൾ രാധ എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയുടെ ഫിസിക്സ് ലബോറട്ടറിയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ചെയ്യാണ് അല്ലെ. അപ്പോൾ ആ കുട്ടിക്ക് അതിന്റെ ലെങ്ത്തിലും ടൈം പീരീഡിലും വന്ന ഒരു പെർസെന്റേജ് ഓഫ് എറർ എത്രയാണെന്ന് പറഞ്ഞാൽ 1%ഉം 2%ഉം ആണ്. ലെങ്ത് 1%ഉം ടൈം പീരീഡിൽ വന്ന പെർസെന്റേജ് ഓഫ് എറർ മെഷർമെന്റ് എന്ന് പറയുന്നത് അതിൽ എത്രയാണ് 2% ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ജി ഡിറ്റർമൈൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പെർസെന്റേജ് ടോട്ടൽ പെർസെന്റേജ് ഓഫ് എറർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1%, 3%, 5%, none of the above. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 5% ആണ്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ ടൈം പീരീഡ് ഓഫ് ഓസിലേഷണൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. T is equal to 2 pi root of L by G ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലെങ്ത്തും G എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു മോഷൻ ഓഫ് പെൻഡുലം ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം. G is equal to 4 pi square into L by T square ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ G നമുക്ക് ആ ഒരു വേരിയേഷൻ എറർ കണ്ടുപിടിക്കണം. ബൈ G is equal to del L by L plus 2 delta T by T ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പെർസെന്റേജ് അല്ല, അപ്പൊ ഇൻറ്റു 100 കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1%ഉം 2%ഉം ആണ്. അപ്പൊ ലെങ്ത്തിൽ 1%ഉം ടൈമും 2%ഉം ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു 2 കൂടി ഉണ്ട് അല്ലെ. സോ 2 into 2 ആണ്. അപ്പൊ ടോട്ടൽ നമുക്ക് വരുന്ന പെർസെന്റേജ് ഓഫ് എറർ എത്രയാണ് വരുന്നത്, ഗ്രാവിറ്റേഷനിൽ വന്നിരിക്കുന്നത് ദാറ്റ് ആർ 5% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if a spring of mass 20 kg has a spring constant of 5 Newton per meter, its time period is. Okay, ഒരു spring of mass നമുക്ക് 20 kg ആണ് തന്നിട്ടുണ്ട്. അതിന്റെ spring constant 5 Newton per meter ആണ്. അതിന്റെ time period എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 4 pi seconds ആണ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ടൈം പീരീഡിലെ ഇക്വേഷൻ എന്താണ്, 2 pi root of m by k ആണ്. m എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി മാസ് ആണ്. സ്പ്രിംഗ് ഓഫ് ഫോഴ്സിനുള്ള ഇക്വേഷൻ F is equal to minus kx ആണ്. k എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഈ m by k എന്ന് പറയുന്നതിൽ k യും എന്താണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് m തന്നിട്ടുണ്ട് 20 kg, k തന്നിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ അല്ലെ. 2 pi into square root of 20 by 5 വരും. അപ്പൊ 20 by 5 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 into 2 pi എന്ന് പറയുമ്പോൾ ആൻസർ 4 pi ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a simple pendulum completes 40 oscillations in 64 seconds. What is the time period of the pendulum? നമുക്ക് 40 oscillations തന്നിട്ടുണ്ട്, 64 secondsലാണ് തന്നിട്ടുണ്ട് അല്ലെ. ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കേണ്ടത്. സോ ഓപ്ഷൻ സി 1.6 seconds ആണ് ആൻസർ. എങ്ങനെയാണ് നോക്കൂ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. നമുക്ക് ടൈമും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഓസിലേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. സോ ടോട്ടൽ ടൈം ടേക്ക് ചെയ്തിരിക്കുന്നത് 64 ആണ്. ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 സെക്കൻഡ് ആണ് വരുന്നത് ടോട്ടൽ ടൈം ടേക്കൺ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ബ്ലോക്ക് whose mass in 1 kg is fastened into a spring. The spring has a constant of 100 Newton per meter. The block is pulled to a distance x is equal to 10 cm from its position, x is equal to 0 on a frictionless surface from at rest t is equal to 0. The kinetic energy and potential energy of the block when it is 5 cm away from the mean position. നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആ ഒരു ബ്ലോക്കിന്റെ മാസ് 1 kg തന്നിട്ടുണ്ട്. അത് പുള്ളി ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് x is equal to 10 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ബ്ലോക്കിന് അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും 5 cm നീക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി രണ്ടും എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കൈനറ്റിക് എനർജി 0.0375 ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0.125 ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മാസ് തന്നിട്ടുണ്ട് 1 kg,
സ്പ്രിംഗ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് A is equal to 10 cm നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം ആംഗുലർ ഫ്രീക്വൻസി W is equal to square root of K by M ആണ്. That is equal to 10 radians per second കിട്ടിയിട്ടുണ്ട്. Then velocity calculate ചെയ്യണം. That is at x is equal to 5 cm. നമുക്ക് അതിനെ മീറ്ററിലേക്ക് മാറ്റി. V is equal to omega into a square minus x square ആണ്. അല്ലേ? So a into എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 10 into 0.1 square minus 0.05 whole square, which is equal to 10 into square root of 7.5 into 10 to the power minus 3 meter per second ആണ് വരുന്നത്. Okay. Okay. അപ്പോൾ നമുക്ക് kinetic energy equation നമുക്ക് അറിയാം. അല്ലെ? ആ ഒരു ബ്ലോക്കിന്റെ kinetic energy equation half mv square ആണ്. half into 100. Okay. ഈ ഒരു ലൈനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഞാൻ ഒന്ന് റബ് ചെയ്യുന്നുണ്ട്. അയ്യോ സോറി. ഈ ഒരു ലൈൻ മിസ്റ്റേക്ക് ആണ്. ഇത് നോക്കണ്ട. അത് എഴുതിയപ്പോ റിപ്പീറ്റ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ സോറി. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ഹാഫ് എം വി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അല്ലെ? ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു എം വി സ്ക്വയർ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. വി ഇസ് ഈക്വൽ ടു നമ്മൾ സോൾവ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 10 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7.5 മില്ലി എന്നിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? 7.5 into 10 to the power minus 3 ആണ്. അപ്പൊ m ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, അത് 10 to the power minus 3 എന്ന് ഡിനോട്ട് ചെയ്യാനാണ്. അപ്പൊ ഈ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കുള്ളത് എന്താണ്? വി സ്ക്വയർ ആണ്. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താകും ഇവിടെ? 100 അല്ലെ? 10 സ്ക്വയർ 100 into 7.5 m എന്ന് വരും. 7.5 m ആണ് അല്ലെ? അപ്പൊ ഈ മില്ലി എന്നുള്ളത് 10 to the power minus 3 അല്ലേ? അപ്പൊ ഞാൻ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.75 കിട്ടും. So half into m എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. Into 0.75 that is equal to 0.0375. അതായത് കൈനറ്റിക് എനർജി എത്രയാണ് കിട്ടുന്നത്? 0.0375 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ u is equal to half kx square ആണ്. k നമുക്കറിയാം 100 ആണ്. x എന്നുള്ളത് 0.05 ആണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്? 0.125. സോ അപ്പൊ എനിക്ക് കൈനറ്റിക് എനർജി 0.0375 ജൂളും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0.125 ജൂളും ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എയിൽ നിന്ന് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A 5 kg collar is attached to a spring of spring constant 500 Newton meter. It slides without friction over a horizontal rod. The collar is dislodged from its equilibrium position by 10 cm and released. The time period of oscillation. നമുക്ക് അതിന്റെ മാസ് തന്നിട്ടുണ്ട് 5 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്ക് 500 ന്യൂട്ടൺ പെർ മീറ്റർ തന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും 10 സെന്റിമീറ്റർ നമ്മൾ അതിനെ മാറ്റി വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓസിലേഷന്റെ ടൈം പീരീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ π/5 സെക്കൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓസിലേഷൻസ്. അപ്പൊ എങ്ങനെയാണ് നോക്കൂ. എം നമുക്കറിയാം, സ്പ്രിംഗ് കോൺസ്റ്റന്റും അറിയാം, എയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π m/k ആണ്, വിച്ച് ഈക്വൽ ടു 2π into 5 kg by 500. 5 kg by 500 എന്ന് പറയുന്നത് 1/100 ആണ്. സോ 1/100 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1/100 എന്ന് പറയുന്നത് എത്രയാണ്? 1/10 ആണ്. സോ 2π into 1/10 that is π/5 ആണ് വരുന്നത്. ഓക്കെ, ടൈം പീരീഡ് π/5 സെക്കൻഡ്സ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A spring balance has a scale that reads from 0 to 50 kg. The length of a scale is 20 cm. A block of mass m is suspended from the balance when the displaced and released. It oscillates with a time period of 0.5 seconds. And what is the value of m? G നമുക്ക് എടുക്കേണ്ടത് 10 meter per second square ആണ്. അപ്പോൾ സ്കെയിൽ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. സ്കെയിലിന്റെ റീഡ് ചെയ്യുന്ന ആ ഒരു 0 to 50 kg വരെയാണ് നമുക്ക് ആ ഒരു സ്കെയിൽ റീഡ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് 20 cm ആണ്. അപ്പോൾ ഒരു മാസ് m മാസ് ഉള്ള ഒരു ബ്ലോക്ക് നമ്മൾ അതിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനെ ഡിസ്പ്ലേസ് ചെയ്യുകയും റിലീസ് ചെയ്യുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട് 0.5 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. ജി നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് ആ ഒരു മാസ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിന്റെ മാസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി 16 kg ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 20 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് സ്കെയിലർ റീഡ്സ് അപ് ടു 50 kg ആണ്. 0 to 50 kg വരെയാണ്. അപ്പൊ F is equal to mg ആണ്. അപ്പൊ m എത്രയാണ് നമുക്കറിയാം, g യും അറിയാം. സോ ഫോഴ്സ് എത്രയാണ് വരുന്നത്? 500 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്പ്ലേസ് ആവുന്ന ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. സോ 0.2 മീറ്റർ ആണ് അതിന്റെ
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്കറിയാം k is equal to f by x ആണ്. ഫോഴ്സ് നമുക്കറിയാം x 0.2 ആണ്. സോ 2500 ആണ് എനിക്ക് വരുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സോ ദെൻ ടൈം ഡ്യൂത് കണ്ടുപിടിച്ചൂടെ. ടൈം പീരീഡ് t is equal to 2 pi square root of m by k ആണ്. m ആണ് കിട്ടേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പൊ t square is equal to 4 pi square m by k. ഇതിൽ നിന്ന് m ന്റെ ഇക്വേഷൻ എന്ത് വരും, k മൾട്ടിപ്ലിക്കേഷനിലും 4 pi square എന്നുള്ളത് ഡിവിഷനിലേക്കും വരും. സോ t square k divided by 4 pi square ആണ് m എന്നുള്ള ഇക്വേഷൻ. അപ്പൊ t യുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലെ. t is equal to നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. k യുടെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ pi യുടെ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആണ്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 16 കിലോഗ്രാം ആണ് ആ ഒരു ബ്ലോക്കിന്റെ മാസ് വരുന്നത്. ഓക്കെ. The acceleration due to gravity on the surface of the moon is 1.7 meter per second square. The time period of the simple pendulum on the moon if its time period of the earth is 3.5 seconds. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എർത്തിലാണെങ്കിൽ 3.5 സെക്കൻഡ്സ് ആണെങ്കിൽ മൂണിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 1.7. അത് എവിടെയുള്ളതാണ്, മൂണിലുള്ളതാണ്. ഓക്കെ. സോ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8.4 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം പീരീഡ്, മൂണിൽ ഉണ്ടാകുന്ന ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, മൂണിൽ GM നമുക്ക് തന്നിട്ടുണ്ട്, എർത്തിന്റെ GM നമുക്ക് 9.8 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ എർത്തിന്റെ ടൈം പീരീഡ് 3.5 ആണ്. നമുക്ക് എന്തിനാണ് കണ്ടുപിടിക്കേണ്ടത്, GE ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ TM is equal to 2 pi root of L by GM ആണ്. T is equal to 2 pi root of L by GE എന്നാണ്. അതായത് TM കൊടുക്കുന്നത് മൂണിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, M, E എന്ന് പറയുന്നത് എർത്തിനെയാണ്. അപ്പൊ ഇതിന്റെ ഒരു റേഷ്യോ എടുത്തിട്ട് നമുക്ക് എന്ത് വരും, TM by TE is equal to square root of GE by GM എന്ന് വരും അല്ലെ. അപ്പൊ അതിനെ ഞാൻ TM ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് GE by GM into TE ആണ്. അപ്പൊ G യുടെ വാല്യൂ, GM ന്റെ വാല്യൂ, T യുടെ വാല്യൂ അറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്, 8.4 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, two pendulums differ in length by 22 centimeter. They oscillate at the same place so that one of them makes 30 oscillations and the other makes the 36 oscillations during the same time. Then length ആണ്, രണ്ട് പെൻഡുലത്തിന്റെ ഡിസ്റ്റൻസുകൾ, ലെങ്ത്തുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് പറയുന്നത് 22 സെന്റിമീറ്റർ ആണ്. അവയുടെ ഓസിലേഷൻസ് പറയുന്നത് ഫസ്റ്റ് വൺ 36 ഓസിലേഷൻസും സെക്കൻഡ് വൺ 36 ഓസിലേഷൻസും ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ എ 72 and 50 ആണ് വരുന്നത് സെന്റിമീറ്റർ. 72 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററും ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. അപ്പൊ ടൈം പീരീഡിലെ ഇക്വേഷൻ നമുക്കറിയാം 2 pi root of L by G1 ആണ്, G ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് T1 by T2 ടൈം പീരീഡിൽ എടുത്തു. അപ്പൊ റൂട്ട് ഓഫ് L1 by L2 എന്ന് കിട്ടിയിട്ടുണ്ട്. T1 by T2 is equal to N2 by N1 ആണ്. അപ്പൊ N2 നമ്പർ ഓഫ് ഓസിലേഷൻസ് നമുക്ക് രണ്ടിന്റെയും കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. N2 by N1 is equal to 36 by 30 ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, സെപ്പറേഷൻ നമുക്ക് 22 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ്, ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് L1 എന്ന് പറയുന്നത് 72, അതായത് ഫസ്റ്റ് വണ്ണിന്റെ ലെങ്ത് 72, സെക്കൻഡ് പെൻഡുലത്തിന്റെ ഡിസ്റ്റൻസ് ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് ഓഫ് മാസ് 200 gram execute the SHM under the influence of a spring constant K is equal to 90 Newton per meter and a damping constant B is equal to 40 G per second. Okay. The time elapsed for its amplitude to drop to hit half of its initial value. ആ ഒരു ഫസ്റ്റ് വാല്യൂടെ ഇനിഷ്യൽ വാല്യൂവിന്റെ ഹാഫ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മാസ് തന്നിട്ടുണ്ട്, അതുപോലെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 7 seconds ആണ് റൈറ്റ് ആൻസർ. എങ്ങനെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ A of t is equal to A0 e to the power minus bt by 2m ആണ്. A0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. B എന്ന് പറയുന്നത് എനിക്ക് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ്. അറ്റ് t is equal to t half, അതായത് ടൈം ഹാഫ് ആയിരിക്കണം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താകും, അതിന്റെ ഹാഫ് ആകും. ടൈം എന്നുള്ളത് ഹാഫ് ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡും അതിന്റെ ഇനിഷ്യൽ വാല്യൂ നിന്ന് ഹാഫ് വാല്യൂ ആകും. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, A0 by 2 ആണ് വരുന്നത് അല്ലെ. A of 2 എന്ന് പറയുന്നത് എനിക്ക് അതിന്റെ ഹാഫ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. സോ A0 by 2 is equal to A0 e to the power minus B t 1 by 2. t ഹാഫ് ടൈമിലാണ് എനിക്ക് വരുന്നത് by 2m ആണ്. അപ്പൊ എനിക്ക് രണ്ട് ഇക്വേഷനിലും A0 ഉള്ളതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1 by 2 is equal to e to the power minus bt 1 by 2 by 2m കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ
ഇതിന്റെ നാച്ചുറൽ ലോഗരിതം എടുത്തു. എനിക്ക് വേണ്ടത് എന്താണ്? ടൈം പീരീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ നാച്ചുറൽ ലോഗരിതം എടുത്തപ്പോൾ എനിക്ക് ln of 1/2 is equal to minus b t1/2 ആവും. ഓക്കെ, എനിക്ക് t1/2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2m ln 1/2/b ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമുക്കറിയാം. ln of 1/2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. b ഡാമ്പിംഗ് കോൺസ്റ്റന്റ് അറിയാം, മാസ് അറിയാം. ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 6.9, ദാറ്റ് ഈസ് t half എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി is equal to 7 seconds ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റെസൊണൻസ് is an example of ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഡാംപ്ഡ് ഓസിലേഷൻ, ഫ്രീ ഓസിലേഷൻ ആൻഡ് നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ is the right answer. Forced oscillation. Resonance is an example of forced oscillation. Resonance occurs when two interconnected objects share the same vibration frequency. Resonance occur ആവുന്നത് എങ്ങനെയാണ്? രണ്ട് ഇന്റർകണക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് സെയിം വൈബ്രേഷൻ ഫ്രീക്വൻസി ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ റെസൊണൻസ് occur ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ആകുമ്പോൾ ഇതിന്റെ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടോ സെക്കൻഡ് ഒബ്ജക്റ്റിലും വൈബ്രേഷൻ മോഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താവും ഒരു ലാർജ് വൈബ്രേഷൻ അവിടെ ഒബ്റ്റൈൻ ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെസൊണൻസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ഓസിലേഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സിമ്പിൾ പെൻഡുലം ആൻഡ് ഡാംപ്ഡ് ഓസിലേഷൻസ് എന്നൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.